ഞാനത് പറയണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കണ്ടന്റാണ്, പക്ഷെ ഞാൻ വിട്ടുപോയി. വേറെ ഒന്നും കൊണ്ടല്ല. ഇമ്മ്യൂണിറ്റി അവിടെ ആർക്ക് കൊടുക്കണം, ലാലേട്ടന്റെ കയ്യിലൊരു ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, അത് ആർക്ക് കൊടുക്കണം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അല്ലെ. ആ സമയത്ത് അവരെല്ലാവരും എന്ത് ചെയ്തു, ഒരു 80% ആൾക്കാർ ആദിലയുടെ പേര് പറഞ്ഞു. എനിക്കത് ഭയങ്കര സന്തോഷമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ലാലേട്ടൻ വന്നിട്ട് അത് കീറിയിട്ട് സ്പൈക്കുട്ടന് കൊടുത്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിലേക്ക് വേണ്ടിയിട്ട് എല്ലാം ആദിലെ ജയിലിലോട്ട് വിഷ് ചെയ്തവർ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തവരാണ് ഇപ്പോൾ ഇമ്മ്യൂണിറ്റി ആദിലേക്ക് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പം അവിടെ ഉള്ളവർക്കൊക്കെ നമ്പാണോ, തിങ്ക് ചെയ്യുന്നില്ല. ഒരു റോങ് യുനോ സെലക്ഷൻ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അത് ലാലേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഒരാൾക്കാണോ കൊടുക്കുന്നതെന്നുള്ള ചോദ്യം ചോദിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഐ വാസ് ഓൾസോ ഷോക്ക്ഡ് ബിക്കോസ് ഇവരെന്താണ് ആദിലയുടെ പേര് പറയുന്നത്, ഇമ്മ്യൂണിറ്റിക്ക് ആദിലയുടെ പേര് പറയുന്നത് എന്താന്നുള്ളത് എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് കൊടുക്കുമോ എന്നുള്ളത് ഉണ്ടായിരുന്നു. ലാലേട്ടൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അത് സ്പൈക്കോട്ടിന് ആ ഇമ്മ്യൂണിറ്റി കാർഡ് കൊടുത്തു കഴിയുമ്പോഴാണ് എനിക്ക് വളരെയധികം സന്തോഷമായത്. കാരണം അത് ഡിസേർവിംഗ് ആയിട്ടുള്ള, അത് ഇപ്പോൾ അവിടെ സ്പൈക്കുട്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇനാഗുറേഷൻ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ആൾ ടയേർഡ് ആയതുകൊണ്ട് ഇമ്മ്യൂണിറ്റി കൊടുത്തിട്ട് ഇന്നലെ വന്നിട്ട് അങ്ങേര് കാണിച്ചത് അതിലും വലിയ അക്രമമായി പോയി. കാരണം ജിഷിനെയും നമ്മുടെ അബിയെ എടുത്തുകൊണ്ട് പോയി. അത് കുറച്ച് സങ്കടമായിപ്പോയി. ഇമ്മ്യൂണിറ്റി ലെവൽ കുറച്ച് കൂടിപ്പോയി സ്പൈക്കുട്ടിന്. പക്ഷെ അതിലെ സെലക്ട് ചെയ്ത കണ്ടസ്റ്റൻസിന്റെ ചേതോവികാരം അൺപ്രഡിക്റ്റബിൾ.